ചൈതന്യം സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് സ്പാർക്ക് എന്ന ചെറു സിനിമയിലൂടെ. കുവൈറ്റിലെ ഒരു പറ്റം പ്രവാസികൾ. പ്രവാസി മലയാളിയായ IV സുനേഷ് വേങ്ങര സംവിധാനം ചെയ്യുന്ന സിനിമ മീഡിയ ഫാക്ടറിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രവീൺ കൃഷ്ണയാണ് ക്യാമറ. കല്യാണി സുനേഷ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും. ഭയങ്കര തീപിടുത്തല്ലേ, ഭയങ്കര അപകടങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കാൻ അല്ലാണ്ട് വേറെ എന്താ ചെയ്യുക ഇവിടെ? ഒരു ചെറിയ അശ്രദ്ധ മതി ഒരു ജീവൻ ഇല്ലാതാകാൻ. സൂക്ഷിക്കുക. വീട്ടിലും ഓഫീസിലുമുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. കൂടാതെ അഗ്നിബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും വാഹനങ്ങളിൽ നിന്ന് മാറ്റിവെക്കുക. കുവൈറ്റ് മിനിസ്ട്രിയുടെയും ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ എല്ലാവരും പാലിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഏറ്റവും പുതിയ ചിത്രം ബൾട്ടിയുടെ ക്യാരക്ടർ ലുക്ക് ഗ്ലിംപ്സ് വീഡിയോ റിലീസ് ചെയ്തു. ഷെയ്ൻ നിഗം നായകനായി എത്തുന്ന ചിത്രമാണിത്. സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ കഥാപാത്രമാണിത്. അൽഫോൺസ് പുത്രൻ ചിത്രത്തിൽ സോഡ ബാബു എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ബ്രഹ്മയുഗം, ഭൂതകാലം എന്നീ ഹൊറർ ത്രില്ലർ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം DS ഹീറോയുടെ പുതിയ പോസ്റ്റർ പുറത്ത്. പ്രണവ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് പോസ്റ്ററിലുള്ളത്. ഇതുവരെ കാണാത്ത ലുക്കിലാണ് താരം എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഹൊറർ ചിത്രമായാണ് DS ഹീറോ ഒരുങ്ങുന്നത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചു. ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി എന്നാണ് ചിത്രത്തിന്റെ പേര്. ചോറ്റാനിക്കര അമ്മയുടെ കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. സിനിമ അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ടീസറും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു.